ആകർഷണം ഒരു കലയാണെന്ന് അവർ പറയുന്നു. വാക്കുകളോ സമ്മാനങ്ങളോ കൊണ്ടല്ല, മനഃശാസ്ത്രം കൊണ്ടാണ് വരച്ചത്. ഒരു സ്ത്രീയെ നിങ്ങളിൽ ആകർഷിപ്പിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിനെ ഹൃദയത്തിനു മുന്നിൽ കീഴടക്കണം. ഈ 7 മനഃശാസ്ത്ര തന്ത്രങ്ങൾ സ്റ്റോയിസിസത്തിൽ വേരൂന്നിയതാണ്. ശക്തിയും വൈകാരിക നിയന്ത്രണവും സാധാരണയെയും മറക്കാനാവാത്തതിൽ നിന്ന് വേർതിരിക്കുന്ന നിശബ്ദ ആയുധങ്ങൾ. ആദ്യം, പ്രവചനാതീതമായിരിക്കുക. മനുഷ്യ മസ്തിഷ്കം പാറ്റേണുകളെ കൊതിക്കുന്നു, പക്ഷേ ഫലങ്ങൾ പ്രവചിക്കാൻ കഴിയാത്തപ്പോൾ അത് ഭ്രാന്തനാകുന്നു. എല്ലായ്പ്പോഴും ഉടനടി തിരികെ സന്ദേശങ്ങൾ അയക്കരുത്. നിങ്ങളുടെ പൂർണ്ണ ഷെഡ്യൂൾ വെളിപ്പെടുത്തരുത്. അവളുടെ ഊഹത്തിൽ തുടരുക. അനിശ്ചിതത്വം ജിജ്ഞാസ വളർത്തുന്നു. വൈകാരിക അടുപ്പത്തിലേക്കുള്ള ആദ്യ പടിയാണ് ജിജ്ഞാസ. സ്റ്റോയിക്സ് ഇത് മനസ്സിലാക്കി. നിങ്ങളുടെ പ്രേരണകളെ നിയന്ത്രിക്കുക. മറ്റുള്ളവർ നിങ്ങളുടെ മൂല്യം എങ്ങനെ കാണുന്നുവെന്ന് നിങ്ങൾ നിയന്ത്രിക്കുക. രണ്ടാമതായി, സമ്മർദ്ദത്തിൽ ശാന്തനായിരിക്കുക. ഒരു പുരുഷൻ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ അവൻ തന്റെ ശക്തി ഉപേക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ കുഴപ്പത്തിൽ സംയമനം പാലിക്കുമ്പോൾ, അവൾ നിങ്ങൾ വാദിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ, പക്ഷേ നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ, അവളുടെ ഉപബോധമനസ്സ് നിങ്ങളെ ശക്തനായി രേഖപ്പെടുത്തുന്നു. എളുപ്പത്തിൽ ചലിക്കാൻ കഴിയാത്ത ഒരു പുരുഷൻ ഒരു നിഗൂഢതയായി മാറുന്നു. നിഗൂഢതകൾ ആകർഷിക്കുന്നു. ശാന്തത ബലഹീനതയല്ല, അത് നിയന്ത്രണമാണ്. മൂന്നാമതായി, അവളുടെ വാക്കുകളല്ല, അവളുടെ ഊർജത്തെ പ്രതിഫലിപ്പിക്കുക. പിന്തുടരുന്നതിനു പകരം അവളുടെ സ്വരവും താളവും ഊർജവും നിരീക്ഷിക്കുക. നിങ്ങൾ ആ പാറ്റേണുകളെ സൂക്ഷ്മമായി പ്രതിഫലിപ്പിക്കുമ്പോൾ അവളുടെ മസ്തിഷ്കം നിങ്ങളെ സുരക്ഷിതയും പരിചിതയുമായി തിരിച്ചറിയുന്നു. എന്തുകൊണ്ടെന്ന് മനസ്സിലാകാതെ അവൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഓർമ്മിക്കുക, സംയമനത്തോടെ ചെയ്യുക. ഒരു സ്തംഭനാവസ്ഥയിലുള്ള പുരുഷന് നിരാശയിലൂടെയല്ല, സാന്നിധ്യത്തിലൂടെ പ്രതിഫലിക്കുന്നു. നാലാമതായി, ക്ഷാമത്തിന്റെ നിമിഷങ്ങൾ സൃഷ്ടിക്കുക. അഭാവം മൂല്യം വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യമാണെങ്കിൽ നിങ്ങളുടെ മൂല്യം അവളുടെ ജീവിതത്തിന്റെ പശ്ചാത്തല ശബ്ദത്തിലേക്ക് മങ്ങുന്നു. എന്നാൽ നിങ്ങൾ ഇടയ്ക്കിടെ വിശദീകരണമില്ലാതെ അപ്രത്യക്ഷമാകുകയാണെങ്കിൽ നിങ്ങൾ പിന്തുടരലിനായി വയർ ചെയ്ത അവളുടെ തലച്ചോറിന്റെ ഭാഗത്തെ നിങ്ങൾ സജീവമാക്കുന്നു. മനുഷ്യരപൂർവമായി തോന്നുന്നതിനെ വിലമതിക്കുന്നു. സ്വർണം പോലെ പരിമിതവും അതിനാൽ ആഗ്രഹിക്കുന്നതുമായിരിക്കുക. അഞ്ചാമതായി, അവളുടെ വികാരങ്ങളെ വെല്ലുവിളിക്കുക, അവളുടെ അഹങ്കാരമല്ല. അവളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, അവളെ അനുഭവിപ്പിക്കുക. ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ശരിയായ നിമിഷങ്ങളിൽ ചിരിക്കുക. അവൾ നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ അകന്നുപോകുക. ഈ വൈകാരിക വൈരുദ്ധ്യങ്ങൾ പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. നിങ്ങൾ അവളെ എങ്ങനെ തോന്നിപ്പിക്കുമെന്ന് അവൾക്ക് പ്രവചിക്കാൻ കഴിയാത്തപ്പോൾ പിരിമുറുക്കം അടുപ്പം സൃഷ്ടിക്കുന്നു. അവൾ നിങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കും. സ്തംഭനാവസ്ഥയിലുള്ള പുരുഷന് വികാരങ്ങളെ നിയന്ത്രിക്കാനറിയാം, പക്ഷേ മറ്റുള്ളവരിൽ അത് മനസ്സിലാക്കാം. ആറാമതായി, ഒരു അചഞ്ചലമായ ലക്ഷ്യം വികസിപ്പിക്കുക. തന്റെ ദൗത്യത്തിൽ അഭിമാനിക്കുന്നൊരു പുരുഷൻ സാധൂകരണത്തെ പിന്തുടരുന്നില്ല. സ്ത്രീകൾക്ക് ഈ ഊർജം തൽക്ഷണം അനുഭവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കൂടുതൽ പിന്തുടരുന്ന തോറും അവരുടെ മനസ്സ് നിങ്ങളെ പുരോഗതിയുമായും ശക്തിയുമായും കൂടുതൽ ബന്ധപ്പെടുത്തുന്നു. സ്റ്റോയിക്സ് ഈ സദ്ഗുണത്തെ വിളിച്ചത് നിങ്ങളുടെ ഉയർന്ന പാതയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നായിരുന്നു. ആളുകൾ സ്വാഭാവികമായി പിന്തുടരുന്ന ഒരു കാര്യത്തിനായി നിങ്ങൾ നിലകൊള്ളുകയും ഒടുവിൽ അവൾക്ക് സമാധാനം നൽകുകയും ചെയ്യുമ്പോൾ. കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് സമാധാനം പ്രസരിപ്പിക്കുന്ന പുരുഷൻ ആസക്തിയുള്ളവനായിത്തീരുന്നു. വിനോദിപ്പിക്കാനോ മതിപ്പുളവാക്കാനോ ശ്രമിക്കരുത്. ശാന്തതയും ഉറപ്പും ഊഷ്മവും കൊണ്ടുവരിക. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവൾക്ക് സുരക്ഷിതത്വം തോന്നുകയും നിങ്ങളുടെ അഭാവത്തിൽ വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകർഷണത്തിന്റെ താളം സ്വന്തമാക്കാം.